2025 +2 കെമിസ്ട്രിയുടെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. വളരെ നിലവാരമുള്ള ചോദ്യപേപ്പറാണ്. കാണാതെ പഠിച്ച വിദ്യാർത്ഥിയേക്കാൾ അപ്പുറത്ത് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച വിദ്യാർത്ഥിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു ചോദ്യപേപ്പറായിരുന്നു. അതിനോടൊപ്പം തന്നെ മുഴുവൻ മാർക്ക് നേടണമെന്ന് വിചാരിച്ച വിദ്യാർത്ഥിക്കും ഒന്ന് ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് വിചാരിച്ച വിദ്യാർത്ഥിക്കും ഒരുപോലെ തന്നെ വേദനിപ്പിച്ച ഒരു ചോദ്യപേപ്പർ കൂടെയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എക്സാമിന് വരാത്തത് കൊണ്ട് ന്യായീകരിച്ച് മെഴുകാനായിട്ട് വന്നതാണെന്ന് ഒരാൾ വിചാരിക്കേണ്ട. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസം എടുത്ത മുഴുവൻ കാര്യങ്ങളും ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. അവർ ഈ എക്സാമിന് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ക്ലാസ് കൂടെ കണ്ടിട്ടാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ നിലവാരം ഉയർത്തുന്ന സമയത്ത്, അതിന് മുന്നോടിയായിട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളും കേരളത്തിലെ വിദ്യാലയങ്ങളുടെയും നിലവാരം ഉയർന്നിട്ടുണ്ടോ എന്നുകൂടെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് അവർ പബ്ലിക് എക്സാമിന് കാണാൻ പോകുന്ന ചോദ്യപേപ്പർ ഇങ്ങനെയുള്ളതായിരിക്കുമെന്ന് അറിയിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്കൂളുകളിൽ എത്തിക്കുകയാണെങ്കിൽ അവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രിപ്പറേഷൻ ഒരു കുഴപ്പവുമില്ല, പക്ഷേ ചോദ്യം കണ്ടപ്പോൾ അവരെല്ലാവരും പതറിപ്പോയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ നല്ലപോലെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ നല്ലപോലെ മനസ്സിലാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ അപ്പുറത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയും ഒരുപാട് നേരം സമയം ചെലവഴിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയും തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അത്രത്തോളം സമയം ചെലവഴിച്ചിരുന്ന് പഠിച്ചിട്ട് പോലും ഒരു ഉപയോഗവും ഇല്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കണേ, +1 ഇംപ്രൂവ്മെന്റ് എക്സാമും +2 ബോർഡ് എക്സാമും ഒരേ സമയം എഴുതേണ്ടി വന്ന കേരളത്തിലെ ആദ്യത്തെ +2 ബാച്ചാണിത്. അതിനെതിരെ അവർ പ്രതിഷേധം ഉയർത്തുവാനോ അതിനെതിരെ എതിർ സംസാരിക്കുവാനോ ഒന്നും തന്നെ അവർ തയ്യാറായിരുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന് പഠിക്കാനാണ് അവർ എല്ലാവരും തയ്യാറായിരുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ എല്ലാവരും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവരുടെ അനിയനോ അനിയത്തിമാർക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ ടീച്ചേഴ്സിനും ഒരുമിച്ച് പ്രയത്നിക്കാം. പിന്നെ എനിക്ക് ഈ വിദ്യാർത്ഥികളുടെ പാരന്റ്സിനോടാണ് ഒരു കാര്യം പറയാനുള്ളത്. അവരെല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പബ്ലിക് എക്സാമിനെ നേരിടാൻ പോയിരിക്കുന്നത്. അവരുടെ എഫേർട്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ഇനിയിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ എവിടെയെങ്കിലും 1-2 മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ആരും അവരെ കുറ്റപ്പെടുത്തരുത്, ആരും അവരെ പഴിചാരരുത്. കാരണം ഈ സമയത്ത് അവർക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള നല്ലൊരു മെന്റൽ സപ്പോർട്ടാണ് ആവശ്യം. ഇനി വരാൻ പോകുന്ന എക്സാമുകളെയും ഗംഭീരമായി നേരിടാൻ വേണ്ടി നമുക്ക് അവരെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, കൂടെ നിൽക്കാം. മക്കളെ നന്നായിരുന്നു പഠിക്കുക. ഈ കഴിഞ്ഞ എക്സാംസിനെ ഒന്നും ഓർത്ത് നിങ്ങളൊന്നും വേവലാതിപ്പെടരുത്. എല്ലാവരും ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമിനെ പൂർവാധികം ശക്തിയിൽ നേരിടാൻ വേണ്ടി നല്ലപോലെ തന്നെ പ്രയത്നിക്കുക. നിങ്ങളുടെ പ്രയത്നം ഒട്ടും തന്നെ കുറവല്ല എങ്കിൽ പോലും അതിന് കുറയ്ക്കാൻ നിൽക്കേണ്ട. ഇതേ ഒരു മൊമെന്റം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ എന്തായാലും എവിടെയായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.